നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഹിന്ദുക്കളെങ്കിലും വല്ലവരുടെയും മതത്തിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാക്കി മാറ്റരുതേ ഈ ഭജന ഗീതങ്ങൾ എന്ന് പറയുകയാണ്. ഇത്തരുണത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തും വളരെ സഹൃദയനുമായ ശ്രീ പ്രശാന്ത് വർമ്മയെ ഓർത്തു പോവുകയാണ്. ശ്രീ പ്രശാന്ത് വർമ്മയാണ് ഒന്നാന്തരമായിട്ട് യാതൊരു ടെലിപ്രോംപ്റ്റും ഇല്ലാതെ, യാതൊരു യൂണിഫോം ഇട്ട് വരികയോ അല്ലെങ്കിൽ മൈജിയുടെ സ്പോൺസർഷിപ്പ് എടുക്കുകയോ കോടികളുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെയും ഈ കേരളത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ ക്ഷേത്രങ്ങളും പണം പോലും ഒരു പണം ചിന്തിക്കാതെ, ഈ നന്ദഗോവിന്ദൻകാർ കുമാരനല്ലൂർ അമ്പലത്തിൽ നിന്ന് 5 ലക്ഷമാണ് വാങ്ങിയത്. അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ 8ഉം 5ഉം 6ഉം ഒക്കെ വാങ്ങുന്നുണ്ട്. തെറ്റ് പറയുന്നില്ല. പക്ഷേ നിസ്വാർത്ഥമായിട്ട് ഈ പ്രശാന്ത് വർമ്മയെ പോലുള്ളൊരു പാടി നടന്നൊരു കേന്ദ്രത്തിലേക്കാണ് നിങ്ങൾ വന്നത്. അദ്ദേഹത്തെ പോലുള്ളവരിപ്പോൾ ആരും വിളിക്കാറില്ല. പോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പഠിച്ചത് സെൻറ്റ് ആൻ്റണി സ്കൂളിലാണ്, അതുകൊണ്ട് ആൻ്റണിയുടെ സ്തുതിയും കൂടി പാടുന്നു പറഞ്ഞാൽ ശരിയല്ല. പാടാം, എവിടെ? ഒരു കോമൺ പ്ലേസിൽ നിങ്ങൾക്ക് പാടാം, നോട്ട് ഇൻ എ ടെമ്പിൾ പ്രമിസ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാ ദിവസവും കേട്ടുണരുന്നതും കിടക്കുന്നതൊക്കെ അനേകം മഹാന്മാരായ വാഗ്ഗേയകാരന്മാരുടെ കൃതികളാണ്. ജഗദാനന്ദകാരക പോലെ ഒരു കൃതി ലോകത്ത് ഒരു ഭാഷയിലും ഒരു മതത്തിലും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ത്യാഗരാജസ്വാമികളുടേതാണ്. ആ ത്യാഗരാജസ്വാമികളുടെ ജഗദാനന്ദകാരക എന്ന കൃതി പോലും ക്രിസ്തുമതത്തിന് വേണ്ടി പള്ളിയിൽ പോയി ക്രിസ്തുമതത്തിൻ്റെ വരികൾ തിരികെ പാടിയ TM കൃഷ്ണയെ ഞാൻ എത്രത്തോളം എതിർത്തോ അത്രത്തോളം തന്നെ അമ്പലമുറ്റത്തിരുന്നിട്ട് ക്രിസ്തുവിനെ സ്തുതിക്കുന്നവരെയും എതിർക്കും. കാരണം എതിർത്തില്ലെങ്കിൽ നാളെ എൻ്റെ പഞ്ചരത്ന കൃതി അവരുണ്ടാക്കിയെന്ന് പറയും. ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ അപമാനിച്ചില്ലേ? നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഇപ്പം ഈ പറയുന്ന സംസ്കാരമല്ലെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പ്രതികരിച്ചോ? മലയാള ഭാഷയുടെ പിതാവായിരിക്കുന്ന ഭാഗവതം മലയാളത്തിൽ എഴുതിയ, രാമായണം മലയാളത്തിൽ എഴുതിയ, സാധാരണക്കാരെ കൊണ്ട് രാമനാമം ചൊല്ലിച്ച മഹാനായ എഴുത്തച്ഛൻ അല്ല മലയാളത്തിൻ്റെ പിതാവ്. എഴുത്തച്ഛൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടേ ഇല്ലെന്ന് ഒരുത്തൻ എഴുതി വിട്ടല്ലോ, വങ്കത്തം. അതിനെ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോഴെ പറയുന്ന ഹിന്ദു നാമധാരി ചോദ്യം ചെയ്തോ? അതാ പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് വളരെ ആസൂത്രിതമായ മതപരിവർത്തന ശ്രമമാണ്. വളരെ ശ്രദ്ധിക്കണം. സംഗീതത്തിന് മതമുണ്ട്. സംഗീതത്തിന് മതം സനാതന ധർമ്മമായ ഹിന്ദു ധർമ്മമായ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദത്തിൽ, സാമവേദത്തിൽ പിറന്നതാണ് സപ്തസ്വരങ്ങൾ. സപ്തസ്വരങ്ങൾ അടിസ്ഥാനപ്പെടുത്താത്ത, ഞാനൊരു ചോദ്യം, ഒരു ചാലഞ്ച് വിടുകയാണ് നിങ്ങളോട്. നിങ്ങൾ വെസ്റ്റേൺ മ്യൂസിക്, ഇംഗ്ലീഷ് പോപ്പ് ഞാൻ കേൾക്കുന്നതാണ്. ഷോൺ മെൻഡസിനെ വരെ ഞാൻ കേൾക്കുന്നതാണ് എല്ലാ ദിവസവും. അതായത് പിന്നെ ഇംഗ്ലീഷ് പോപ്പ് ആയിക്കോട്ടെ, റോക്ക് ആയിക്കോട്ടെ, മെറ്റൽ ആയിക്കോട്ടെ, ഏത് സംഗീതം ആയിക്കോട്ടെ, ലോകത്തെ അറബിക് മ്യൂസിക് ആയിക്കോട്ടെ, ഈ മ്യൂസിക്കിൽ ഏതിലെങ്കിലും സപ്തസ്വരങ്ങളുടെ ഉള്ളിൽ പെടാത്ത ഒരു അധിക സ്വരം പാടാൻ ലോകത്ത് ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടായിട്ടുള്ള, ഏതെങ്കിലും സംസ്കാരത്തിൽ ഉണ്ടായിട്ടുള്ള സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? സ രി ഗ മ പ ധ നി സ എന്ന താരസ്ഥായി വരെയുള്ള ഈ റേഞ്ചിനുള്ളിൽ പെടാത്ത, കർണാടക സംഗീതം സൃഷ്ടിച്ച ഈ റേഞ്ചിനുള്ളിൽ പെടാത്ത ഒരു സ്വരമെങ്കിലും ലോകത്തേതെങ്കിലും ഭാഷയിലോ സംസ്കാരത്തിലോ ഉള്ള സംഗീതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് സനാതനധർമ്മം എല്ലാ ധർമ്മങ്ങളുടെയും മാതാവാണെന്ന് പറയാൻ കാരണം. അമ്മയെ കളിയാക്കിയിട്ടല്ല മതേതരത്വം ഉറപ്പാക്കേണ്ടത്. അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് അച്ഛനെ സ്തുതിച്ചോളൂ, അനിയനെ സ്തുതിച്ചോളൂ, ഏട്ടനെ സ്തുതിച്ചോളൂ, അമ്മാവനെ സ്തുതിച്ചോളൂ. അവരാരും അവരുടെ ക്വയറിൽ ശിവസ്തുതി പാടില്ല. മാത്രമല്ല, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കലും എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ നമ്മുടെ തൊട്ടടുത്ത മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഒരു പ്രസാദം, പൂജിച്ച പായസം എല്ലാവർക്കും കൊടുക്കുകയാണ് ബർത്ത്ഡേയുടെ അന്ന്. ഒരു കുട്ടി മാത്രം വാങ്ങിയില്ല. എന്താ മോനെ വാങ്ങാത്തത്? അയ്യോ, ഇത് വിജാതീയരാണ്, പൈശാചികമാണ്, ഞങ്ങൾ വാങ്ങില്ല. അയ്യോ, എന്താ മോനെ അങ്ങനെ പറയുന്നത്? ഇത് വിഗ്രഹത്തിൻ്റെ പൂജയ്ക്ക് ഉപയോഗിച്ചാണ്, ഇത് പൈശാചികമാണെന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രസാദം സ്വീകരിക്കരുതെന്ന് പരസ്യമായിട്ട് അവരുടെ ഇടയിൽ പറയുന്ന ഈ കൂട്ടരാണ് നമ്മളിവിടെ ഒന്ന് ഭജന പാടുന്നത് നല്ലതല്ലേ, കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത്. എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ആരെയും വിഘടിപ്പിക്കാൻ പറഞ്ഞല്ല, അവനവൻ്റെ മതസ്വത്വങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിനുള്ളിലേക്ക് കടന്നു കയറിയിട്ട് ഇവിടെ കൂടുതൽ മതപരിവർത്തനം നടത്താമെന്ന ചിന്ത വളരെ അപകടം പിടിച്ചതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഹിന്ദുക്കളെ മതം മാറ്റുന്നത് ഭജന ട്രൂപ്പുകളിൽ കടന്നുകൂടിയിട്ടാണ്. അതിവിടെയും സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ റെഡ് ഫ്ലാഗ് കണ്ടപ്പോൾ ഞാൻ ഒരു 4 വരി, ഒരു ചിത്രം പോലും പങ്കുവെക്കാതെ 4 വരിയെ പങ്കിട്ടിട്ടുള്ളൂ. അത് സജ്ജനങ്ങൾ ഏറ്റെടുത്തു. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഹിന്ദു നാമധാരികളായിട്ട് കേവലം ഇരിക്കുന്ന ആളുകൾ, ഒന്നും പഠിക്കാതെ, ഗീത തൊട്ടു നോക്കാതെ, രാമായണം തൊട്ടു നോക്കാതെ, എഴുത്തച്ഛൻ ജീവിച്ചിരുന്നിട്ടില്ലെന്ന് അപഹസിച്ചാൽ പോലും ക്രിസ്ത്യാനിക്ക് കൈയടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്നെ എതിർക്കാം. നമ്മുടെ സദ്യോജാത, കറക്റ്റാണ്, അരുൺ ഗായകനാണ്, അരുൺ അറിയാം. ത്യാഗരാജസ്വാമിയോട് പറഞ്ഞാണ് സദ്യോജാതാതി പഞ്ചഭക്തജ സരിഗമ പതനി വരസപ്തസ്വര. അന്ന് ത്യാഗരാജസ്വാമിയോട് എഴുതിയ കൃതിയിലുള്ളതാണ്. എൻ്റെ ചോദ്യം ഇതാണ്,
ഈ സപ്തസ്വരങ്ങൾ സൃഷ്ടിച്ചത് സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ, ഈശാൻ എന്ന പരമശിവന്റെ 5 മുഖങ്ങളിൽ നിന്നാണ് സപ്തസ്വരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന് പ്രമാണമുണ്ട്, വേദപ്രമാണമുണ്ട്, ത്യാഗരാജാദി മഹാപുരുഷന്മാരുടെ പ്രമാണമുണ്ട്. എന്നിട്ടും ഹിന്ദു പറയുന്നു, ചോദിക്കുന്നു, സ്വയം മലർന്നിട്ട് തുപ്പുന്നു, ഇതിന് മതമുണ്ടോന്ന്. ഇതിന് മതമുണ്ട്, ഇത് ഹിന്ദു ധർമ്മമാണ്. ദേവ് ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീ കാന്തസ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഒറ്റ വാക്യം കൂടി പറഞ്ഞോട്ടെ. ഞാനൊക്കെ ഭജന എന്ന് കേട്ടിട്ടുള്ളത് ഹരിദാസ് ഗിരി, ജ്ഞാനാനന്ദഗിരി ഒക്കെ പാടിയിട്ടുള്ളതാണ്. ഇപ്പോഴും ഇൻ്റർനെറ്റ് കിട്ടും. ഹരിദാസ് ഗിരി പാടിയിട്ടുള്ള ചെയ്യാപതി രാമചന്ദ്ര കി ആ പാട്ടൊന്ന് കേട്ട് നോക്കിയിട്ട് ഇവരുടെ പാട്ടൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹരിദാസ് ഗിരിയെ കേൾക്കുക. ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ.